നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മധൂർ, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പുറത്തുവിട്ടു. ബിജെപി കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാസർഗോഡ് താളിപ്പടപ്പ് ഉടുപ്പി ഗാർഡൻ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ സമ്മാനിച്ച് പിലിക്കോട്ടെ മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സർഗസംഗമം നടത്തി. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രവാദ്യകലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന പനയാലിലെ ചന്ദ്രശേഖരമാരാർക്കും മോഹനമാരാർക്കും സുവർണമുദ്ര നൽകി ആദരിച്ചു. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നവംബർ 15-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. മധൂർ, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പുറത്തുവിട്ടു. ബിജെപി കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നമ്പർ 3 ചേതൻ ബി, വാർഡ് നമ്പർ 6 ആനവാടിലു രവീന്ദ്ര പൂജാരി, വാർഡ് നമ്പർ 7 കൊട്ടക്കണി ശ്രുതി KS, ഉള്ളിപ്പാടി നോർത്ത് വാർഡ് നമ്പർ 8 ശാരദ ബി, 10 അനങ്കോ സുധാറാണി, 12 വിദ്യാനഗർ സൗത്ത് സബിത ടീച്ചർ, 20 പള്ളിക്കുന്ന് രാജേഷ് അമ്മ, 24 വീരത്ത് ബൈൽ അരുൺ കുമാർ ഷെട്ടി, 38 കടപ്പുറം നോർത്ത് രേഷ്മ, 39 ലൈറ്റ് ഹൗസ് KG മനോഹരൻ. ഈ മുനിസിപ്പാലിറ്റിയിലെ 10 പേരാണ് നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ബാക്കിയെല്ലാം ഇവിടെ അതിൻ്റെ പ്രോസസ്സ് നടന്ന് അത് മറ്റന്നാളായിട്ട് തന്നെ അതിൻ്റെ പൂർത്തീകരണം നടക്കും. ആ സമയത്ത് അത് ജില്ലയുടെ അധ്യക്ഷനും സജീവനും കൂടി അത് പ്രഖ്യാപിക്കും. മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1ാം ഘട്ട ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുന്നു. With the consent of Bharatiya Janata Party State President and the Jilla Core Committee, Mandala Core Committee, hereby we are declaring the first list of candidates of Madhur Gram Panchayat. Ward number 4 Kolya Subhnani Shanbog. Ward number 5 Kollangana Sujata Kishore. Ward number 7 Madhur Yogesh Yamar. Ward number 11 Udaygiri Anil Kumar KK. Ward number 12 Kotakani Madhav Master. Ward number 13 Meepuguri Ganesh Prasad. Ward number 14 Churi Latayan. Ward number 15 Surlu Deepthi K. Ward number 16 Kelugudde Vasanta. Ward number 17
Kalyangad, Banu Prakash. Ward number 18, Ramdas Nagar, Pushpa Gopalan. Ward number 19, Manipadi, Ratish Yam. Ward number 23, Bhagwati Nagar, Chandra PB. Ward number 24, Siribagilu, Navanik Shetty. Mogral Puttur Gram Panchayat, first list candidates. Ward number 5, Ujrikere Majal, Sarojini. Ward number 8, Pernarka Paichal, Vasanti. Ward number 9, Guvetarka, Sri Vidya. Ward number 10, Kelugudde, Badli Mogal, Pramila Majal. Ward number 14, Chowki, Kadapuram, Mallika Prabhakaran. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാസർഗോഡ് താളിപ്പടപ്പ് ഉടുപ്പി ഗാർഡൻ ഹാൾ വെച്ച് നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ കാസർഗോഡ് താളിപ്പടപ്പു ഉടുപ്പി ഗാർഡൻ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഇതിലെ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ അതിൽ വരമ്പുകൾക്കപ്പുറം വിശാലമായ ചിന്തയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശാലമായ ചിന്ത, അതിലുപരി നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായും അതുപോലെ തന്നെ നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് നേടിയെടുക്കേണ്ട വലിയ ആവശ്യകത ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് P സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് M സജേഷ് കുമാർ, കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി G സുരേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് UR സുരേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സതീശൻ, ബ്ലോക്ക് ഖജാൻജി S ബാലമുരളി എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം CV സത്യാനന്ദൻ സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K നിശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ സമ്മാനിച്ച് പിലിക്കോട്ടെ മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാടകാചാര്യന്റെ പേരിൽ നടക്കുന്ന കേരളത്തിലെ ഏക നാടക മത്സരത്തിന് നവംബർ 14 രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിക്കും. നവംബർ 14 മുതൽ 23 വരെ നടക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന പൊതുസമ്മേളനം മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വനിതാവേദി പ്രവർത്തകർ സംഗീത ശില്പം അവതരിപ്പിക്കും. 14 തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ, 15 തിരുവനന്തപുരം അജന്തയുടെ വംശം, 16 കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടിക്കുരുവികൾ, 17 ഗുരുവായൂർ ഗാന്ധാരയുടെ BC 321 മഗധ, 18 തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി, 19 തിരുവനന്തപുരം SS നടനസതയുടെ വിക്ടറി ആർട്സ് ക്ലബ്, 20 കാളിദാസ കലാകേന്ദ്രത്തിന്റെ ശാകുന്തളം, 21 അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു 84 വയസ്സ്, 22 തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങൾ അരങ്ങേറും. ബഹുജന പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കുന്ന
കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ നാടക മത്സരത്തിന് 14-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ നാടക മത്സരങ്ങളിൽ ഒന്നാണ് ഈ മത്സരമെന്ന് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം മാത്രമല്ല, കേരളത്തിലെ നാടകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിരിച്ചറിഞ്ഞ ഒരു സംവിധാനമാണ്. നാടകത്തെ നെഞ്ചേക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആകെ പിൻബലത്തോടു കൂടിയാണ് കലാസമിതി എന്നതിൽ നിന്ന് ഉപരിയായി വാഴയാട്ട് ഗ്രാമത്തിൻ്റെ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ നാടക മത്സരം. 10 ദിവസക്കാലം നിൽക്കുന്ന ഈ നാടക മത്സരത്തിൽ മലയാള സിനിമയിലെ സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് ഇത്തവണ അർഹയായിട്ടുള്ളത് ദേശീയ അവാർഡ് ജേതാവ്. സമാപന ദിവസം കൊടക്കാട് പന്തിഭോജനത്തെ ഓർമ്മപ്പെടുത്തി 10,000 പേർക്ക് സമൂഹ സദ്യ നൽകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ ടി വി ബാലൻ, നാടക സിനിമാ പ്രവർത്തകൻ ബിജു നെട്ടറ, കെ വി സുരേഷ്, സി നാരായണൻ, കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സർഗസംഗമം നടത്തി. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സദസ്സ് നാടിന്റെ നന്മകൾ അധികാരി വർഗം തല്ലിക്കെടുത്തുമ്പോൾ സാംസ്കാരിക നായകരുടെ മൗനം ഭീതിജനകമാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ പറഞ്ഞു. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് നടത്തിയ സർഗസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ അവരെ ശ്രമിക്കുന്നില്ല. അതിനാണ് ഞാൻ പറയുന്നത്, കലയാണ് അതിന് ഏറ്റവും നല്ല മാർഗം. കലയാണ് ലഹരി. കലയിലേക്ക് പോകണം. ഒരു ഇപ്പോൾ പുതിയതായി അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിൽ നല്ല പാട്ട്, ഹോസ്പിറ്റലൊക്കെ ആശുപത്രികളിലൊക്കെ പ്രവേശിക്കപ്പെടുന്ന രോഗികളിൽ യേശുദാസിന്റെയും ജയന്തിന്റെയും ഒക്കെ ഗാനങ്ങൾ ഹോസ്പിറ്റലിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും അവസാനമായി പുതിയ റിസർച്ചിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഗാനത്തിനുണ്ടാക്കാൻ കഴിയുന്ന മാറ്റം, അതുപോലെ തന്നെ നല്ല ആസ്വാദന രംഗത്ത് കലയിലേക്ക് പോകണം. എന്തൊരു നമുക്ക് അതിനൊന്നും സമയമില്ല. പൈസ കണ്ടെത്തുക, കുട്ടികളെ പഠിപ്പിക്കുക, ഡോക്ടറാക്കുക, എഞ്ചിനീയറാക്കുക. ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യാതിഥിയായി. സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ കെ എം ഉണ്ണികൃഷ്ണൻ, സുനിൽ മാടപ്പള്ളി, വി പ്രഭാകരൻ, ഗംഗാധരൻ കൂട്ടമത്ത്, PV സുരേഷ്, ജോയി മാരൂർ, ഡോക്ടർ വിവേക് ചന്ദ്രൻ നാലപ്പാടം, ടി രാജീവൻ, ഉദയകുമാർ PV, ചന്ദ്രൻ മുട്ടത്ത്, അനിൽ നീലാംബരി, രാമകൃഷ്ണൻ മോനാച്ച, ഉമേശൻ ബേളൂർ, പ്രഭൻ നീലേശ്വരം, ഗോപകുമാർ, അനിൽ വാഴ്ന്നൂറടി, രാജൻ തെക്കേക്കര, ഡോക്ടർ സോമരാജ ആചാര്യ, ഡോക്ടർ ദിവ്യ ജിതിൻ, സിജി രാജൻ, ലസിത PP, പ്രതിഭ P, ടോംസൺ ടോം എന്നിവർ സംസാരിച്ചു. കൺവീനർ ദിനേശൻ മൂലക്കണ്ടം സ്വാഗതവും അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേത്രവാദ്യകലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന പനയാലിലെ ചന്ദ്രശേഖര മാരാർക്കും മോഹന മാരാർക്കും സുവർണമുദ്ര നൽകി ആദരിച്ചു. ഉദ്ഘാടന സദസ്സ് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളീയ ക്ഷേത്രവാദ്യ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖര മാരാർക്കും ശ്രീ പനയാൽ മോഹന മാരാർക്കും സുവർണമുദ്രാ സമർപ്പണം ചന്ദ്രമോഹനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ സേവാമന്ദിരത്തിലായിരുന്നു പരിപാടി നടത്തിയത്. ബ്രഹ്മശ്രീ അരവത്ത് പത്മനാഭതന്ത്രി, ബ്രഹ്മശ്രീ ഇരവിൽ കൃഷ്ണദാസ് വാഴ്ന്നവർ, ബ്രഹ്മശ്രീ വിഷ്ണു ഹെബ്ബാർ, ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ദീപപ്രജ്വലനം നടത്തി. ഉദ്ഘാടന സദസ്സ് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സന്നിധാനത്തിൽ പനയാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒരുപാട് മഹാഭാവന്മാരുണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ് പനയാൽ മാഷ്, ഉൽക്കൽമി നായനാർ, പുഷ്പാങ്കരൻ, എല്ലാവരും എൻ്റെ സംഗീത യാത്രയിൽ ഒരുപാട് പനയാൾ പണികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നെ ഏറെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന മകൻ വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഓരോരുത്തരും അമരത്തിലേക്ക് എത്തുന്നത്, ആ അമരത്വത്തിലേക്ക് എത്തുന്നത് അവരുടെ അടയാളപ്പെടുത്തലുകളാണ്. ഇപ്പോൾ സ്മരിക്കപ്പെടുന്ന
ഒരു അടയാളം. അങ്ങനെയുള്ള ഒരു അടയാളമാണ് ഇത്തരം ചടങ്ങുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം താളമാണ്. എന്താണ് താളം? എന്താണ് താളം? സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ CV സുരേഷ് അരവത്ത് അധ്യക്ഷത വഹിച്ചു. വി ബാലകൃഷ്ണൻ നായർ, M കൃഷ്ണൻ നായർ, ഡോക്ടർ വി ബാലകൃഷ്ണൻ, വി ഗീത, ഗൗരി, ബാബു പനയാൽ, സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാർ, കലാനിലയം ഉദയൻ നമ്പൂതിരി, വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണ മാരാർ എന്നിവർ സംസാരിച്ചു. അജയൻ പനയാൽ സ്വാഗതവും രഘു പനയാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതവും അരങ്ങേറി. തുടർന്ന് കേളിക്കൊട്ട് അവതരണം, കുഴൽപ്പറ്റ അവതരണം, കൊമ്പുപറ്റ അവതരണം, ഓടക്കുഴൽ നാദവിസ്മയം എന്നിവ നടന്നു. വസുദേവ് മണികണ്ഠൻ കുട്ടമത്താണ് ഓടക്കുഴലിൽ നാദവിസ്മയം തീർത്തത്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. തുടർന്ന് പനയാൽ കലയും സാഹിത്യവും എന്ന വിഷയത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. DVSP ഡോക്ടർ വി ബാലകൃഷ്ണൻ മോഡറേറ്റർ ആയിരുന്നു. PVK പനയാൽ, ഉൽപ്പൽ വി നായനാർ, ഡോക്ടർ നന്ദകുമാർ അരവത്ത്, മുകുന്ദൻ പെരുമലയൻ, ലക്ഷ്മികാന്ത അഖിതായ, P കുഞ്ഞിരാമൻ നായർ, മോഹനചന്ദ്രൻ മുതുവത്ത്, അരവിന്ദൻ പൊടിപ്പള്ളം, വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണ മാരാർ, സമജ് ബാബു പണിക്കർ, സവിത സതീഷ് എന്നിവർ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഇരട്ടത്തായമ്പക അരങ്ങേറി. വൈകുന്നേരം 4:30 വാദ്യമേളങ്ങളുടെയും മുത്തുകുഴകളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെ പനയാൽ ചന്ദ്രശേഖര മാരാരെയും പനയാൽ മോഹന മാരാരെയും ചന്ദ്രമോഹനം വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ഗുരുവന്ദനം പരിപാടി നടന്നു. സമാദരണ സദസ്സ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. അതിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കലയും കലാപ്രകടനങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. ഈ രണ്ടുപേരും വാദ്യകലാരംഗത്ത് ഇവിടെ ഇരിക്കുന്ന 2 അതിപ്രശസ്തരുണ്ട്. ശങ്കരേട്ടനും കൂട്ടുകാരനും അസാമാന്യ പ്രതിഭയാണ്. നമ്മൾ സാധാരണ പറഞ്ഞു അവർ ലോകോത്തരമാണ്. അസാമാന്യ പ്രതിഭയാണ്. നമ്മൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് ബേക്കറി ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അന്ന് സംഘാടക സമിതി ഏതെല്ലാം പരിപാടി വേണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് 4-5 പരിപാടികൾ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് ശങ്കരേട്ടൻ്റെ വാദ്യോപകരണം. CV സുരേഷ് അരവത്ത് സുവർണമുദ്ര സ്വീകർത്താക്കളെ പരിചയപ്പെടുത്തി. അരവത്ത് ശിവരാമൻ മേസ്ത്രി അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ എന്നിവർ സുവർണമുദ്ര സമർപ്പണം നിർവഹിച്ചു. മുൻ MLA K കുഞ്ഞിരാമൻ പൊന്നാടയണിയിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ കീർത്തി പത്രസമർപ്പണം നിർവഹിച്ചു. കേരള ഫോക്കുലർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ കീർത്തി ഫലക സമർപ്പണം നിർവഹിച്ചു. മധു മുതിയക്കാൽ, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, സാജിദ് മൗവൽ, മട്ടന്നൂർ ശിവരാമ മാരാർ, പെരുതടി മുരളീധര മാരാർ, ചെറുതാഴം ദാമോദര മാരാർ, കേസരി ചെറുതാഴം ചന്ദ്രൻ മാരാർ, രാജേഷ് കക്കാട്ട്, നീലേശ്വരം ഉണ്ണികൃഷ്ണൻ, ദാമോദരൻ മാരാർ, രാകേഷ് പനയാൽ, കുമാരൻ മുതുവത്ത് എന്നിവർ സംസാരിച്ചു. കലാചാര്യ ശുഗപുരം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മണികണ്ഠ മാരാർ ഉപ്പിലിക്കൈ സ്വാഗതവും ശരത് കുമാർ കുട്ടമത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പനയാൽ. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നവംബർ 15 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സത്യസായി സേവാ സംഘടന
കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് 15-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ പൊതുസമ്മേളനവും പല്ലക്ക് ഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സത്യസായി വിദേശത്തുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, EHP ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എഡ്യൂക്കേഷൻ ഹ്യൂമനിറ്റീസ്, അവരുടെ ബുക്കുകളൊക്കെ കുറേ നമ്മുടെ പ്രദർശനത്തിന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ബുക്കുകളാണ്. സ്കൂൾ കോളേജ് തലത്തിലൊക്കെ കിൻഡർ ഗാർഡൻ തൊട്ട് എങ്ങനെ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാന്നുള്ളതിൻ്റെ ബുക്കുകളാണ്. കളിക്കാനുള്ള പ്ലേ ബുക്സ് വരെയുണ്ട്, വാല്യൂ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അധ്യാപകർക്ക് പ്രത്യേകിച്ച് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ തൽപരരായ അധ്യാപകർക്ക് ഇതൊരു സ്വർണ്ണാവസരമാണ്. ഒന്നുമില്ല, നമ്മൾ കാണുകയും ചെയ്യാം ബുക്കുകൾ. പിന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ കൊടുത്താൽ ഞങ്ങൾ വരുത്തി കൊടുക്കുകയും ചെയ്യും. ഒരു 200 ടൈറ്റിൽസ് ഇംഗ്ലീഷ് ബുക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ മലയാള ബുക്ക് സാധാരണ ഇവിടെ ആലുവയിലാണ് ഞങ്ങളുടെ പബ്ലിക്കേഷൻ സൈറ്റ്, അതിവിടെ ഉണ്ട്, അതിൻ്റെ ഉണ്ട്. പിന്നെന്താ, ഞങ്ങൾ മുതിർന്ന ഭക്തരെ സത്യസായി സേവാ സംഘടന കാഞ്ഞങ്ങാട് വന്നിട്ട് തന്നെ 1974-ലാണ്. ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ ഇതിൽ ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട്, വളരെ വയസ്സായവരൊക്കെ ഉണ്ട്, 10, 30, 40 കൊല്ലം ഭക്തരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. ഞങ്ങൾ അതിനെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് മെമന്റോയൊക്കെ നൽകി ആദരിക്കുന്നു. രാവിലെ 8:30 മുതൽ അർച്ചന, വേദം, ഭജന, 9:30 നടക്കുന്ന പൊതുസമ്മേളനം മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് AM പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കോർഡിനേറ്റർ KP ഭരതൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ R സതീഷ് കുമാർ സ്വാഗതം പറയും. തുടർന്ന് സായി വിദ്യാഭ്യാസ പദ്ധതി എന്ന വിഷയത്തിൽ T വത്സകുമാറും സേവനം എങ്ങനെ സാധനയാക്കാം എന്ന വിഷയത്തിൽ സജീവ് കുമാറും പ്രഭാഷണം നടത്തും. 12:15-ന് മുതിർന്ന ഭക്തരെ ആദരിക്കൽ, ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ നടക്കും. തുടർന്ന് വിവിധ ഭക്തർക്ക് ലഭിച്ച സായി അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് N രാജൻ മാസ്റ്ററും സായി ബാബ നിന്നും നേരിട്ട് ലഭിച്ച അനുഭവ പാഠങ്ങളെക്കുറിച്ച് തളിപ്പറമ്പ് സമിതി കൺവീനർ മാധവ വാര്യറും പ്രഭാഷണം നടത്തും. വൈകിട്ട് 3 മണിക്ക് കോട്ടച്ചേരി മുതൽ സ്മൃതി മണ്ഡപം വരെ പല്ലക്ക് ഘോഷയാത്ര നടക്കും. 4 മണിക്ക് ഭജന, മംഗളാരതി എന്നിവയും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ R സതീഷ് കുമാർ, KP ഭരതൻ, IT കോർഡിനേറ്റർ PS ശിവപ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പുത്തരി അടിയന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായി. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മംഗളാദേവിയും ആ ഭക്തനും മൊത്തം വിശ്വാസത്തിനും ശ്രീഗുരുവോടാടക്കളത്തെ കഥകൊണ്ടേക്കണേ. എന്റെ മംഗളാപുത്ര കലിയും കലിയുടെ മകൻ ഇടത്തുന്ന ഒരിക്കലും കാലാരൂപനായിരിക്കുന്നവരാ അനുഭവങ്ങൾ അമ്മയുടെ മംഗളാപുത്ര. ഷിബിൻ, വേണു അയ്യങ്കാവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തര ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പനത്തടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം ഒരുക്കിയത്. പാലക്കാട്ട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. അധ്യാപക രക്ഷാകർതൃ സമിതിയും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് സ്വീകരിച്ചത്. പ്രവൃത്തി പരിചയമേളയിൽ തുടർച്ചയായി 12ാം തവണയാണ് ദുർഗ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. ശാസ്ത്രോത്സവത്തിൽ കഴിഞ്ഞ 3 വർഷം ഓവറോൾ പട്ടം നേടിയിരുന്നു. ഇക്കുറി 24 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനത്തായത്. 1ാം സ്ഥാനം 164 പോയിന്റ് നേടിയ വയനാട് ദ്വാരക സ്കൂളാണ്. ദുർഗയ്ക്ക് 140 പോയിന്റ് ലഭിച്ചു.
പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് 59 പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 63 പോയിന്റും ലഭിച്ചു. 122 പോയിന്റ് നേടിയതിന്റെ തിളക്കത്തിൽ ദുർഗയെ മികച്ച സ്കൂളായും തെരഞ്ഞെടുത്തു. ഫൈബർ ഫാബ്രിക്കേഷനിൽ സഹോദരങ്ങൾ +2 വിദ്യാർത്ഥി പ്രാൺ കൃഷ്ണ യാദവും 9ാം തരത്തിൽ പഠിക്കുന്ന ആദി കല്യാണിയും 3ാം സ്ഥാനവും എ ഗ്രേഡും നേടി. മെറ്റൽ എംബോസിംഗിൽ +2വിലെ ആദിരാജ്, ഫ്രൂട്ട് പ്രിസർവേഷൻ +2വിലെ HSC അബ്ദുറഹ്മാൻ, പ്രകൃതിദത്ത നാരുകൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 10ാം ക്ലാസ്സിലെ പി ശ്രീലക്ഷ്മി എന്നിവരും 3ാം സ്ഥാനവും എ ഗ്രേഡും സ്വന്തമാക്കി. പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ 2ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും അതിനു മുമ്പും 1ാം സ്ഥാനം ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയ സ്കൂളാണ്. ഇത്തവണ 10-24 പോയിൻ്റ് വ്യത്യാസത്തിൽ മാത്രമാണ് 2ാം സ്ഥാനം ആയത്. പ്രവൃത്തി പരിചയമേളയിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് കുത്തകയായിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവരുൾപ്പെടെ പങ്കെടുത്ത 24 പേർക്കും എ ഗ്രേഡ് ലഭിച്ചു. പാളയും ചിരട്ടയും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളിൽ തുടങ്ങി ചവിട്ടിയും ക്യാരി ബാഗും പാവയും വരെ ദുർഗ ടീം നെയ്തെടുത്തു. ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായി 21ാം വർഷവും ഓവറോൾ കിരീടമണിഞ്ഞാണ് ദുർഗയുടെ കുട്ടികൾ പാലക്കാട്ടേക്ക് പോയത്. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണനും പ്രഥമാധ്യാപിക പി സുമയും ട്രോഫിയുമായി എത്തിയ പ്രതിഭകൾക്ക് പൂച്ചെണ്ട് നൽകി. കോർഡിനേറ്റർ TP സ്വപ്ന, മറ്റ് അധ്യാപകരായ യു ഗീത, വിദ്യ സൂരജ്, M ശരണ്യ, രാധിക ചന്ദ്രൻ, ശ്യാം പ്രസാദ് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി KV വിഷ്ണുവും പ്രതിഭകൾക്കൊപ്പമുണ്ടായിരുന്നു. സ്വീകരണ വേളയിൽ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മൂത്തൽ, മദർ PTA പ്രസിഡന്റ് രമ്യ പ്രദീപ്, സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ്, അധ്യാപകരായ TK വിശ്വരാജ്, K വിജയകൃഷ്ണൻ, KT ഹരികൃഷ്ണൻ, KV ജയൻ, C കൃഷ്ണപ്രസാദ്, PTA മെമ്പർമാരായ ഗഫൂർ മുറിയനാവി, പ്രഭാകരൻ അവതാർ, K സുജിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാലിച്ചാനടുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാലിച്ചാനടുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചും കൂടി ആളുകൾ വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, പല തിരക്കും ഉണ്ടാവും. ഇത് സംഘടിപ്പിച്ച സഹാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു വിമിഷ്ടമുണ്ട്. ആളുകൾ വന്നില്ല, അതുപോലെ തന്നെ സമയത്ത് എത്തിയില്ല എന്നുള്ള അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട, പ്രയാസസാരമല്ല. ഇങ്ങനൊരു കുടുംബ സംഗമം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ, ഇപ്പൊ കുടുംബാംഗങ്ങൾ ചില സ്ഥലത്ത് കുടുംബാംഗങ്ങളുടെ യോഗങ്ങളും കിട്ടും, പക്ഷെ കുടുംബാംഗങ്ങളില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ വിവിധ മേഖലകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് അനുമോദനം നൽകി. യൂണിയൻ പനത്തടി ഏരിയ സെക്രട്ടറി TV ജയചന്ദ്രൻ, M അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബിജേഷ് നരിമൂളി സ്വാഗതവും വിജയൻ C നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ട്യത്താലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. ബുധനാഴ്ച പുലർച്ചെ നടന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ അഗ്നിപ്രവേശ വേളയിൽ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് പ്രധാന തെയ്യക്കോലമായ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത്. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തി തെയ്യമായി കെട്ടിയാടുന്നതെന്നാണ് ഐതിഹ്യം. 2 വർഷത്തിലൊരിക്കൽ കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷമാണ് പുലർച്ചെ 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നത്. രാവിലെ ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടും നടന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു.
ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ മുട്ടം കുനിൽ സ്കൂളിന് കിരീടം. AJI സ്കൂൾ നയ ബസാർ 2ാം സ്ഥാനവും പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായ അനുഭവം സമ്മാനിച്ചാണ് സമാപിച്ചത്. ടൂർണമെന്റിൽ മുട്ടം കുനിൽ സ്കൂൾ കിരീടം ചൂടി. AJI സ്കൂൾ നയ ബസാർ 2ാം സ്ഥാനവും പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ ബലൂൺ ആകാശത്തേക്ക് പറത്തിവിട്ടാണ് ഫുട്ബോൾ അടിച്ച് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സമാപന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു. CBSE പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകൾക്കിടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ കുനിൽ സ്കൂൾ മുട്ടം AJI സ്കൂൾ നയ ബസാറിനെ 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ആവേശകരമായ മത്സരത്തിൽ അവസാന നിമിഷം വരെ കടുത്ത പോരാട്ടമായിരുന്നു നടന്നത്. സെമി ഫൈനലിൽ AJI നയ ബസാർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂരിനെ 3-0 പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. വ്യക്തിഗത വിഭാഗങ്ങളിലെ മികച്ച പ്രകടനങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. മികച്ച ഗോൾ കീപ്പറായി കുനിൽ മുട്ടം സ്കൂളിലെ മുഹമ്മദ് ഷാമിലിനെയും മികച്ച ഡിഫൻഡറായി കുനിൽ മുട്ടം സ്കൂളിലെ തന്നെ മുഹമ്മദ് ബിലാലിനെയും മികച്ച സ്ട്രൈക്കറായി AJI നയ ബസാറിലെ സൂഫി ജാസ്മിനെയും തിരഞ്ഞെടുത്തു. ടൂർണമെന്റിന്റെ റഫറിമാരായി തുമിനാടിലെ റിൽവാൻ അബ്ദുൽ ലത്തീഫ്, സക്കീം, ഷാസിൽ, റൈഫാൻ എന്നിവർ പ്രവർത്തിച്ചു. മത്സരം വീക്ഷിക്കുവാനായി നിരവധി കായിക പ്രേമികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് എത്തിയത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട്ടിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 14-ന് സമാപിക്കും. 4ാം ദിനത്തിൽ ശ്രീകൃഷ്ണാവതാര അവതരണം നടന്നു. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട്ടിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 14-ന് സമാപിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാക്കരം കോട്ട് വിഷ്ണു കുണ്ടലായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയും സംഘവും നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിനത്തിൽ ശ്രീകൃഷ്ണാവതാര അവതരണം നടന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ നടന്ന പാരായണത്തിൽ ഗജേന്ദ്രമോക്ഷം, പാലാഴി മദനം, കൂർമാവതാരം, വാമനാവതാരം, അംബരീഷ ചരിത്രം, ശ്രീരാമാവതാരം, ബാലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്തു. അവൽ, മലർ, വെണ്ണ, നെയ്പായസം, മഞ്ഞപുഷ്പം ചാർത്തൽ തുടങ്ങിയ വിവിധ പ്രാർത്ഥനകളും അവതാര ആനന്ദ നൃത്തം, ശ്രീകൃഷ്ണ അവതാര ദർശനം തുടങ്ങിയ നിരവധി ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുറിയനാവി ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കാഞ്ഞങ്ങാട് മുറിയനാവി ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് തുലാഭാരവും അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കാഞ്ഞങ്ങാട് മുറിയനാവി ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ദർശിക്കാനായെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണ്ണാംകോട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണാങ്കോട് ചാമുണ്ടി തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പുല്ലൂർ ശ്രീ കണ്ണാംകോട്ട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെരോത്ത് പെരട്ടൂർ കൂലം ഭഗവതി ക്ഷേത്രത്തിലെ പെരട്ടൂർ തറവാട്ടിൽ നവീകരണത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങുകൾ നടത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. നെരോത്ത് പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രത്തിലെ പെരട്ടൂർ തറവാട്ടുകാരുടെ കിഴക്കേ വീടിന്റെ കൊട്ടിലിനകത്തുള്ള സ്തംഭത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ നവീകരണത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങിൽ ക്ഷേത്രസ്ഥാനികരായ നെരോത്തച്ഛൻ പെരട്ടൂർ ചന്ദ്രൻ മൂത്തായർ, ഇളയച്ചൻ പെരട്ടൂർ തമ്പാൻ, ബാലകൃഷ്ണൻ മൂത്തമ്മ, ഇളയമ്മ പ്രസിഡന്റ് പെരട്ടൂർ രാഘവൻ, സെക്രട്ടറി പെരട്ടൂർ ശശിധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജന്മാശാരി ഗണേശൻ വിശ്വകർമ്മ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധൂർ, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP പുറത്തുവിട്ടു. BJP കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാസർഗോഡ് താളിപ്പടപ്പ് ഉടുപ്പി ഗാർഡൻ ഹാൾ വെച്ച് നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ സമ്മാനിച്ച് പിലിക്കോട്ടെ മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സർഗസംഗമം നടത്തി. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രവാദ്യകലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന പനയാലിലെ ചന്ദ്രശേഖര മാരാർക്കും മോഹന മാരാർക്കും സുവർണ മുദ്ര നൽകി ആദരിച്ചു. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നവംബർ 15-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിയുടെ നിറവിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.